പ്രതീക്ഷയോടെ കൗമാര കലാമേളയ്ക്ക് തിരശ്ശീല വീണു. മണ്ണാർക്കാട്, പട്ടാമ്പി, പാലക്കാട് ഉപജില്ലകൾക്ക് കിരീടം. സ്കൂൾ തലത്തിൽ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ കിരീടം. കുടുംബശ്രീയെ തകർക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ കണ്ടമുത്തൻ. ജനശ്രീക്ക് രൂപം നൽകിയത് ഇത് ലക്ഷ്യം വെച്ചെന്നും കണ്ടമുത്തൻ. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതായി പരാതി. പഞ്ചായത്ത് ഇടപെടുന്നില്ലെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികൾ മാലിന്യ ഭീതിയിലെന്നും നേതാക്കൾ. ഒറ്റപ്പാലത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം കിട്ടുന്നില്ലെന്ന് താലൂക്ക് വികസന സമിതിയിൽ വാട്ടർ അതോറിറ്റി. കിണറുകളും മറ്റ് സ്രോതസ്സുകളും ആശ്രയിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. 53ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. മന്ത്രി എ പി അനിൽകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UP വിഭാഗത്തിൽ മണ്ണാർക്കാട് ഉപജില്ലയും, ഹൈസ്കൂൾ വിഭാഗത്തിൽ പട്ടാമ്പി ഉപജില്ലയും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പാലക്കാട് ഉപജില്ലയും ജേതാക്കളായി. സ്കൂൾ തലത്തിൽ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി, UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഓവറോൾ കിരീടം നേടി. അഞ്ച് ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം സമാപിച്ചു. ജാതിയും മതവും സൃഷ്ടിക്കുന്ന അതിവരമ്പുകൾ ഇല്ലാതാക്കുന്നതാണ് കലയും കലോത്സവമെന്നും കലോത്സവങ്ങളിലൂടെ ആ ദൗത്യം നിർവഹിക്കപ്പെടുന്നുണ്ടെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. 19ഓളം വരുന്ന സ്റ്റേജുകൾ അതെല്ലാം ഒരുമിച്ച് നന്നായി പ്രവർത്തിച്ച് ഏറ്റവും നല്ല മത്സരാർത്ഥികൾ ഒരുപാട് പേരുണ്ടെങ്കിലും ഇതിനകത്ത് വിജയികളായി കടന്നു വന്നവർ, അവർക്ക് സ്വാഭാവികമായും സംസ്ഥാന യുവജനോത്സവം മലപ്പുറത്ത് നടക്കുകയാണ്. ഒരു മലപ്പുറം സ്വദേശി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യമായി അവരെ സംസ്ഥാന യുവജനോത്സവത്തിലേക്ക് ഇവിടെ നിന്ന് സ്വാഗതം ചെയ്യുക. തീർച്ചയായും ഇവിടെ മത്സരത്തിൽ പ്രകടിപ്പിച്ച നിങ്ങളുടെ താല്പര്യം അത് കൂടുതൽ വാശിയോടുകൂടി സംസ്ഥാന കലോത്സവത്തിലും കാണിക്കുവാനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന കായികമേളയിൽ 1ാം സ്ഥാനത്തെത്തിയതുപോലെ തന്നെ 1ാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയിൽ എത്തുവാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ ശംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. വിജയികളായ സബ് ജില്ലകൾക്കും സ്കൂളുകൾക്കുമുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു. UP ജനറൽ വിഭാഗത്തിൽ 147 പോയിന്റ് നേടി മണ്ണാർക്കാട് ഉപജില്ലയും, ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ 303 പോയിന്റ് നേടി പട്ടാമ്പി ഉപജില്ലയും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 374 പോയിന്റ് നേടി പാലക്കാട് ഉപജില്ലയും ജേതാക്കളായി. UP സംസ്കൃതോത്സവത്തിൽ 82 പോയിന്റ് നേടി പട്ടാമ്പി സബ് ജില്ലയും, ഹൈസ്കൂൾ വിഭാഗത്തിൽ 88 പോയിന്റ് നേടി ഒറ്റപ്പാലം സബ് ജില്ലയും ജേതാക്കളായി. സ്കൂൾ തലത്തിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. കൗമാര പ്രതിഭകൾ സമ്മാനിച്ച കലയുടെ ദിനരാത്രങ്ങൾക്ക് മണ്ണാർക്കാട് വിട നൽകി. പാലക്കാടിനൊരു കലാകിരീടം എന്ന സ്വപ്നത്തോടെ ഇവർ ഇനി മലപ്പുറത്തിന്റെ മണ്ണിൽ ചിലങ്ക കെട്ടും. കല്ലടിയുടെ മണ്ണിൽ കലയുടെ കൗമാരം പീലി വിടർത്തിയാടിയത് 5 ദിനരാത്രങ്ങളായിരുന്നു. 15 വേദികളിലായി കലാപ്രതിഭകൾ നിറഞ്ഞാടി. കലോത്സവത്തിന്റെ ആകർഷകീനങ്ങളായ ഭരതനാട്യവും കുച്ചിപ്പുടിയും നാടോടി നൃത്തവും സംഘനൃത്തവുമെല്ലാം നടന്നത് നിറഞ്ഞ സദസ്സിൽ തന്നെയായിരുന്നു. അധികം പരാതികളൊന്നുമില്ലാതെ കലോത്സവം സമാപിച്ചതിൽ സംഘാടകർക്ക് ആശ്വസിക്കാം. രാപ്പകൽ വിശ്രമമില്ലാതെയുള്ള സംഘാടകരുടെ അഹോരാത്ര പ്രയത്നത്തിന്റെ വിയർപ്പുഗന്ധമുണ്ട് ഈ കലോത്സവ വിജയത്തിനു പിന്നിൽ. ലാസ്യഭാവങ്ങളുടെ അപൂർവ സുന്ദര മുഹൂർത്തങ്ങൾ മണ്ണാർക്കാടിന് സമ്മാനിച്ച മോഹിനിമാരും, വാദ്യകലയുടെ ലോകത്തേക്ക് ആസ്വാദകരെ കൈപിടിച്ചു കൊണ്ടുപോയ വാദ്യകലാകാരന്മാരും, അഭിനയ തികവിന്റെ പൂർണ്ണതയുമായി നാടകവേദിയിലെത്തിയ നാളെയുടെ നടന്മാരും, പാടിപ്പതിഞ്ഞ മണ്ണിന്റെ ഗന്ധമുള്ള നാടൻ പാട്ടുകളുമായി എത്തി പച്ചപ്പു നിറഞ്ഞ ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തിയ നാടൻ പാട്ടുവേദിയുമെന്നും പെട്ടെന്ന് മറക്കാൻ മണ്ണാർക്കാടിനാവില്ല. വേദിയിൽ തകർത്തഭിനയിച്ച മത്സരാർത്ഥികൾ സംഘാടകർ നൽകിയ വിഭവസമൃദ്ധമായ സദ്യയുണ്ട് വയറു നിറച്ചാണ് വിട പറഞ്ഞത്. കലോത്സവത്തിന്റെ ചൂടും ചൂരും ചോർന്നു പോകാതെ പ്രേക്ഷകരിലെത്തിക്കാൻ ഡെൻസിറ്റി ചാനലിന്റെ പ്രവർത്തകരും സദാ ജാഗരൂകരായിരുന്നു. പ്രധാന വേദിക്കരികിൽ സജ്ജീകരിച്ച താൽക്കാലിക സ്റ്റുഡിയോയിലിരുന്നും കലോത്സവ വേദികളിലൂടെ സഞ്ചരിച്ചും ഇവർ കലോത്സവ ദൃശ്യങ്ങളും വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. പാലക്കാടിനൊരു കലാകിരീടം കൂടിയെന്ന സ്വപ്നവുമായി ഈ പ്രതിഭകൾ ഇനി ഇശലിന്റെ ഗന്ധമുള്ള മലപ്പുറത്ത് ചിലങ്കയണിയും. കൗമാര പ്രതിഭകളെ മനസ്സില്ലാ മനസ്സോടെ കൈവിടുമ്പോൾ മണ്ണാർക്കാട് മനസ്സിൽ പറയുന്നുണ്ടാകും, അറിഞ്ഞില്ല ഞാൻ വിരഹത്തിൽ ഇത്രയും വേദനയുണ്ടെന്ന്. മിമിക്രി വേദി അവസാന നിമിഷം മാറ്റിയത് മത്സരാർത്ഥികളെ വെട്ടിലാക്കി. വേദി 3-ൽ നടക്കേണ്ട മിമിക്രി മത്സരമാണ് 9ാം വേദിയായ MES ഹാളിലേക്ക് മാറ്റിയത്. ഓപ്പൺ സ്റ്റേജായിരുന്ന വേദി 3-ലായിരുന്നു മിമിക്രി മത്സരം നടത്താൻ തീരുമാനിച്ചിരുന്നത്.
ഇതാണ് മത്സരം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് 9ാം വേദിയായ MES ഹാളിലേക്ക് മാറ്റിയത്. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ എന്ന പോലെ ഹാളിൽ ശബ്ദ വ്യതിയാനങ്ങൾ നടത്താൻ മത്സരാർത്ഥികൾ കുഴഞ്ഞു. മിമിക്രിയിൽ മത്സരാർത്ഥിയായിരുന്നു. എനിക്ക് ഇതേമാതിരി ഫീൽ ചെയ്ത് മറ്റുള്ള പല ശബ്ദങ്ങളും, മറ്റുള്ള കൂടിയേറ്റ പഞ്ചാബി പോലുള്ള പല ശബ്ദങ്ങളും ഈ മിമിക്രിയിലെ സ്റ്റേജിനെ ബാധിച്ചു എന്നാണ് തോന്നുന്നത്. പല മൈന്യൂട്ടായ ചില കാര്യങ്ങൾ നമ്മൾ മിമിക്രി പറയുന്ന 5 മിനിറ്റുള്ളിലുള്ള കാര്യങ്ങളെന്ന് എല്ലാവർക്കും പൊതുവെ, പക്ഷെ നമ്മൾ 5 മിനിറ്റുള്ള കാര്യങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് വന്ന് ഇവിടെ ഒരു മൈന്യൂട്ടായ ചില കാര്യങ്ങൾ പോലും കേൾക്കാത്ത ഒരവസ്ഥയാണ്. പല ശബ്ദങ്ങളും അലച്ചുണ്ട്. ഒരു ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമായി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായത്. അതിലുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. മിമിക്രി വേദിയുടെ താഴെ കൂടിയാട്ടവും അടുത്തുള്ള ഗ്രൗണ്ടിൽ ബാൻഡ് വാദ്യ മത്സരങ്ങളും നടന്നിരുന്നു. ഇതിന്റെ ശബ്ദം നേരെ എത്തിയതാകട്ടെ മിമിക്രി വേദിയിലേക്കും. മിമിക്രി എന്നത് ഒരു ജനകീയ കലയാണ്. അതായത് ജനങ്ങൾ ധാരാളം, ഏത് വിഭാഗത്തിലുള്ള ഏത് പ്രായത്തിലുള്ള ആൾക്കാരും വളരെയധികം സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു മിമിക്രി. അത് ഇന്ന് ഈ യൂണിവേഴ്സൽ വേദിയല്ല, 3-ലായിരുന്നു നടന്നിരുന്നത്. 3 എന്ന് പറയുന്നത് ഒരു ഓപ്പൺ വേദിയാണ്, അത് ഗ്രൗണ്ടിലാണ്. ശരിക്കും അത്തരം വേദികളിലാണ് ഈ മിമിക്രി. കാരണം മൈക്കിന്റെ വോള്യം മാക്സിമം തുറന്നു കൊടുക്കാൻ പറ്റണം. അത് നേരെ ഇന്ന സംഘാടകർ അത് വേദി 9ലേക്ക്, അതായത് MET ഹൈസ്കൂളിലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ, അതായത് ആരും കാണരുത് എന്നുള്ള ഉദ്ദേശമാണോ അത് ആരും കേൾക്കരുത് എന്നുള്ള ഉദ്ദേശമാണോ അറിയില്ല. ഏതായാലും സംഘാടകർ ചെയ്തത് വളരെ തെറ്റാണ്. എല്ലാ കലകളെയും ഒരേ കണ്ണുകൊണ്ട് കാണണം. ഞാൻ താഴ്ത്തു നോക്കിയപ്പോൾ കന്നഡ പദ്യം ചെല്ലടെ ഓപ്പൺ വേദിയിൽ നടക്കണം. ഒരു കുട്ടി നിശബ്ദമായിട്ട് ചെറിയ ശബ്ദത്തിൽ ചെല്ലണം. അത്തരം വേദികൾ കൊടുക്കാതെ അതിന് വിപരീതമായി ഈ മിമിക്രി എന്നുള്ള കല ഒരു ഹോളിൽ ഒതുക്കേണ്ട കലയല്ല. അതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അത് ജഡ്ജസിനും കൂടി അത് എഫക്ട് ചെയ്തു. കാരണം ഒരു സ്ഥലത്ത് ബാൻഡ് മേളം, ഒരു സ്ഥലത്ത് പാടകം, ഇതുപോലെ മറ്റുള്ള പരിപാടികളുടെ ശബ്ദം, ഇവർക്ക് ഈ സൗണ്ട്, ഇതിന് പ്രത്യേക സൗണ്ടുകൾ, നൈസായിട്ടുള്ളതും തിക്കായിട്ടുള്ള സൗണ്ടുകളുണ്ട്. ആ സൗണ്ട് എടുക്കാൻ വളരെ വിഷമം, അത് എടുത്ത് കേൾക്കാൻ ജഡ്ജസിന് വളരെ വിഷമം. അവർ തന്നെ തമ്മിൽ പറയേണ്ട ചെവിയിൽ, 2 ചെവിയിലും 2 സൈഡിൽ നിന്നും ഓരോ ശബ്ദം വരുമ്പോൾ മിമിക്രി എന്ന ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുന്നില്ല എന്നുള്ളത്. ഇതാണ് നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത്. മത്സരവേദി മാറ്റിയത് മിമിക്രി ആസ്വാദകർ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആസ്വാദകർ കുറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു ജനകീയ കലയായ മിമിക്രി മത്സരങ്ങൾ നടന്നത്. അതേസമയം മൂകാഭിനയത്തിന് രംഗസജ്ജീകരണങ്ങൾ ഏറെയാണെന്നും നേരത്തെ തീരുമാനിച്ച MES ഹാളിലേക്ക് ഇത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും മത്സരാർത്ഥികൾ അറിയിച്ചതിനെ തുടർന്നാണ് വേദിമാറ്റമുണ്ടായതെന്നാണ് സംഘാടകർ പറയുന്നത്. കലോത്സവത്തിലെ മിമിക്രി മത്സരങ്ങളിൽ പതിവ് പോലെ രാഷ്ട്രീയ നേതാക്കളും ടെലിവിഷൻ അവതാരകരും നിറഞ്ഞു നിന്നു. ഹൈസ്കൂൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആര്യമ്പാവ് വടശ്ശേരിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹുസ്ന 1ാം സ്ഥാനം കരസ്ഥമാക്കി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രേക്ഷക പങ്കാളിത്തം കുറഞ്ഞ സദസ്സിലായിരുന്നു മിമിക്രി മത്സരങ്ങൾ നടന്നത്. രാഷ്ട്രീയ നേതാക്കളും ടെലിവിഷൻ താരങ്ങളും പതിവ് തെറ്റാതെ രംഗത്തെത്തി. പ്രധാന വാർത്തകളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലോട്ടറി ടിക്കറ്റുകൾ എത്രയും പെട്ടെന്ന് നിരോധിക്കണമെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം. ഞാൻ കൂടംകുളത്ത് പോയി മടങ്ങി വന്ന വിവരം നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ചില ഭൂരാശികൾ പറയുന്നു മടങ്ങി വന്നതല്ല, പടക്കി വിട്ടതാണെന്ന്. ഇത് തെറ്റാണ്. ടെലിവിഷനിലൂടെ പ്രശസ്തമായ ചില പരസ്യങ്ങളുടെ അനുകരണങ്ങളും വേദിയിൽ നടന്നു. ഹൈസ്കൂൾ വിഭാഗം മിമിക്രിയിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആര്യമ്പാവ് വടശ്ശേരിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹുസ്ന 1ാം സ്ഥാനം നേടി. ആദ്യമായി കലോത്സവ വേദിയിലെത്തുന്ന ഹുസ്നയുടെ വിജയം വടശ്ശേരിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിന് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചിരിക്കുന്നത്. കലോത്സവ വേദിയിലെ പ്രധാന മത്സര ഇനങ്ങളിലൊന്നായ മിമിക്രി മത്സരത്തിൽ പെൺകുട്ടികളുടെ ഹൈസ്കൂൾ തല മിമിക്രി മത്സരത്തിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ആര്യമ്പാവ് വടശ്ശേരിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹുസ്ന 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ഹുസ്നയ്ക്ക് ഡെൻസിറ്റി ചാനലിന്റെ അഭിനന്ദനങ്ങൾ. എന്താണ് ഈ വിജയത്തിന്റെ സന്തോഷമുണ്ട്. കിട്ടുന്ന രീതിക്കല്ല പ്രതീക്ഷിച്ചത്. കിട്ടിയിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ മിമിക്രിയിൽ ചാനലിന് വേണ്ടിയാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കലാഭവന്റെ കലാകാരിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മിമിക്രി എന്ന കലാരൂപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലാ കലോത്സവ ഘോഷയാത്രയിൽ കേട്ടത് അതാ അതിന് തൊട്ടു പിറകിലായി അട്ടപ്പാടി ഗോത്രവർഗക്കാരുടെ തനത് കലയുമായി
കലോത്സവത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ വഞ്ചിപ്പാട്ടും നാടൻപാട്ടും ഹൃദ്യമായി. മത്സരങ്ങളെ കയ്യടികളോടെ സ്വീകരിച്ച കാണികളിൽ പലരും മത്സരാർത്ഥികളുടെ കൂടെ പാടാനും മറന്നില്ല. പാടിപ്പതിഞ്ഞ മണ്ണിന്റെ ഗന്ധമുള്ള നാടൻപാട്ടും വഞ്ചിപ്പാട്ടും നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് അരങ്ങേറിയത്. നാടൻപാട്ടിന്റെ രൂപവും ഗന്ധവും ചോർന്നു പോകാതെ വേദിയിൽ അവതരിപ്പിച്ച മത്സരാർത്ഥികൾ ഓർമ്മിപ്പിച്ചത് പോയ കാലത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ ഓർമ്മകളായിരുന്നു. സുപരിചിതമായ പാട്ടുകൾക്കൊപ്പം പലപ്പോഴും കാണികളും കൂടെ പാടി. കുട്ടനാടൻ ഗന്ധമുള്ള വഞ്ചിപ്പാട്ടും ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റി. കലോത്സവ വേദികളിൽ സേവന സജ്ജരായി NSS വോളണ്ടിയർമാരുടെ പ്രവർത്തനം പ്രശംസ ഏറ്റുവാങ്ങി. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ഇവരുടെ പ്രവർത്തനം അവസാനിക്കുന്നത് അർദ്ധരാത്രിയും കഴിഞ്ഞാണ്. കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 ബാച്ചുകളിൽ പഠിക്കുന്ന 100ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവ വേദിയിൽ NSS വോളണ്ടിയർമാരായി സേവനമനുഷ്ഠിക്കുന്നത്. 50 പേർക്ക് ഭക്ഷണശാലയിലാണ് ചുമതല. രാവിലെ 8 മണിക്ക് തന്നെ NSSന്റെ പ്രോഗ്രാം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന വോളണ്ടിയർമാർ ആദ്യം പരിസരം ശുചീകരിക്കുന്നു. ഓരോ 2 മണിക്കൂർ ഇടവിട്ടും ശുചീകരണം തുടരും. വേദികളിലും മത്സരാർത്ഥികൾക്ക് സഹായഹസ്തവുമായി ഇവർ തയ്യാറാണ്. 5 വോളണ്ടിയർമാരാണ് ഒരു സ്റ്റേജിലുള്ളത്. കുടിവെള്ളം എത്തിക്കാനും ചായ നൽകാനും യുവത്വത്തിന്റെ കരുത്തുമായി ഊർജ്ജസ്വലരായ വളണ്ടിയർമാർ കലോത്സവ വേദികൾ നിറഞ്ഞു നിൽക്കുന്നു. NSSന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ടുള്ളതാണ്. ആകെ 100 മെമ്പേഴ്സാണുള്ളത്. ഫസ്റ്റ് ഇയർ 50 കുട്ടികളും സെക്കൻഡ് ഇയർ 50 കുട്ടികളാണ്. അത് മിനിമം 5 പേരെങ്കിലും ഓരോ സ്റ്റേജിൽ അവര് വളണ്ടിയേഴ്സിന്റെ സേവനം ഉറപ്പാക്കുന്നുണ്ട്. അങ്ങനെ ഫുഡില് പിന്നെ എല്ലാ ദിവസവും ആവശ്യമായിട്ടുള്ള വളണ്ടിയേഴ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ രാത്രി ഇപ്പോൾ പലപ്പോഴും പല സ്റ്റേജുകളിലും പരിപാടികൾ രാത്രി 1 മണി വരെയൊക്കെ നീളു പോകുന്നുണ്ട്. അപ്പോൾ ഈ 1 മണിക്ക് നമുക്ക് വളണ്ടിയേഴ്സ് ആയിട്ട് കാണുന്നവർ ഇവർ NSS മാത്രം, മുതിർന്ന കുട്ടികളെന്ന നിലയ്ക്ക് അവർ മാത്രമാണ് വളണ്ടിയേഴ്സ് ആയിട്ട് കാണുന്നത്. പല വേദികളിലും മത്സരങ്ങൾ അർദ്ധരാത്രി വരെ നീണ്ടുപോകുമ്പോഴും ഇവരുടെ സേവനവും തുടരും. ഊർജ്ജസ്വലത ഒട്ടും ചോർന്നു പോകാതെ മേളയുടെ സുഗമമായ നടത്തിപ്പിന് NSS വോളണ്ടിയർമാരുടെ സേവനം തന്നെയാണ് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ 5-6 ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മേളയിൽ ഈ മേളയുടെ നടത്തിപ്പിനായി ഏതൊരു സന്നിഗ്ധ ഘട്ടത്തിലും ഏതൊരു എമർജൻസി സമയത്തും പിന്നെ എല്ലാ രംഗത്തും ഇടപെട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് വളരെ ആക്റ്റീവായിട്ടാണ് ഈ 100 മെമ്പർമാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആക്റ്റീവായിട്ടുള്ള 100 വളണ്ടിയർമാരാണ് ഈ ഇതിനായിട്ട് പ്രവർത്തിക്കുന്നത്. 8 മണിയാകുമ്പോൾ ഇവിടെ എത്തുന്നതാണ്. രാത്രി 1 മണിയാകുമ്പോഴുള്ളൂ വർക്കെല്ലാം കഴിയുള്ളൂ. രാത്രി 1 മണിയാകുമ്പോൾ ഇവിടെ ആകെ NSSന്റെ കുട്ടികൾ മാത്രം ഉണ്ടാവുക. കർട്ടനം വലിക്കാനും മറ്റായിട്ട് ആരും ഉണ്ടാവാറില്ല. അതുകൊണ്ട് 1 മണി വരെ നിൽക്കേണ്ടി വരലുണ്ട് പലപ്പോഴും. റവന്യൂ ജില്ലാ കലോത്സവം കല്ലടിയോട് വിട പറയുമ്പോൾ NSS വോളണ്ടിയർമാർക്ക് അഭിമാനിക്കാം. കലോത്സവ വിജയത്തിൽ തങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ടെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ വെള്ളം പുഴയിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന് വാട്ടർ അതോറിറ്റി AE താലൂക്ക് വികസന സമിതിയിൽ പറഞ്ഞു. കുഴൽക്കിണറുകളെയും കിണറുകളെയും ആശ്രയിച്ചുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകണമെന്നും സമിതിയിൽ നിർദ്ദേശമുയർന്നു. ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് ക്രമാതീതമായി കുറഞ്ഞതിനാൽ പുഴയെ ആശ്രയിച്ചുള്ള പദ്ധതികൾ വഴി വെള്ളം നൽകാനാവുന്നില്ല. അതിനാൽ നഗരസഭയിലെ കുഴൽക്കിണറുകളെ ആശ്രയിച്ചുള്ള മിനി കുടിവെള്ള പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ ലക്ഷ്യമിടുന്നതായി വാട്ടർ അതോറിറ്റി AE മണികണ്ഠൻ താലൂക്ക് വികസന സമിതിയിൽ പറഞ്ഞു. നഗരസഭയിലെ 11 കുടിവെള്ള പദ്ധതികൾ പ്രവർത്തനരഹിതമായി കിടക്കുന്നുണ്ട്. ഇവ പ്രവർത്തിപ്പിച്ച് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ കിണറുകളും കുളങ്ങളും ശുചീകരിച്ച് വെള്ളം ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്ന് വൈസ് ചെയർമാൻ S. സെൽവനും അറിയിച്ചു. ഷൊർണൂർ നഗരസഭ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കായി നിർമ്മിച്ച ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഗുണം വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്നില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം P. വാസു വികസന സമിതിയിൽ പറഞ്ഞു. സംസ്ഥാന പാതയുടെ 2 വശങ്ങളിലുള്ളവർക്കും ഇതിന്റെ ഗുണം ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഗൗരി അധ്യക്ഷയായി. ഡെപ്യൂട്ടി കലക്ടർ പ്രേമ, തഹസിൽദാർ ജോയ് തോമസ് എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ പറഞ്ഞു. അതിന്റെ ഭാഗമായാണ് ജനശ്രീ എന്ന പേരിലുള്ള സന്നദ്ധ സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നതെന്നും TN കണ്ടമുത്തൻ കൂട്ടിച്ചേർത്തു. ചളവറ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച കുടുംബശ്രീ കാർഷിക വിപണന കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം ചളവറ സെന്ററിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു TN കണ്ടമുത്തൻ.
ക്ഷീരമേഖലയിലാണ് കുടുംബശ്രീ മുഖേന ഏറെ പ്രയോജനം ലഭിച്ചിരിക്കുന്നത്. ജില്ലയിലെ ക്ഷീരമേഖലയ്ക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും കാർഷിക അഭിവൃദ്ധിയിലൂടെ മാത്രമേ ജില്ലയെ പുരോഗതിയിലെത്തിക്കാൻ കഴിയൂവെന്നും ടി എൻ കണ്ടമുത്തൻ പറഞ്ഞു. കുടിവെള്ള പദ്ധതി പോലെ പമ്പ് ചെയ്ത് ടാങ്കിൽ കൊണ്ടുപോയി ടാപ്പ് തിരിച്ചാൽ കിട്ടുന്നതല്ല, പശുവിനെ വളർത്തണം. ജില്ലയുടെ ഭൂപ്രകൃതിയും കൃഷിഭൂമി മാത്രമല്ല, കാടുമുണ്ട്, പറമ്പുമുണ്ട്, കുന്നുമുണ്ട്, മലയുമുണ്ട്. പശ്ചിമഘട്ട നിരയാൽ വലയം ചെയ്യപ്പെട്ട പാലക്കാട് ജില്ലയാണ്. 3 ഭാഗം. ഒരു ഭാഗമാണ് സമതലത്തോട് കിടക്കുന്നത്. എവിടെയാണ്? ഒറ്റപ്പാലം പട്ടാമ്പി ഭാഗമാണ് സമതലത്തോട് കിടക്കുന്നത്. മണ്ണാർക്കാട് തൊട്ട് ഇങ്ങോട്ട് പെരുങ്ങോട്ടുരുശി വരെയുള്ള പശ്ചിമഘട്ട നിര, അതിൽ നിന്ന് ഒഴുകി വരുന്ന നദികളും ആ നദികൾ സംഗമിക്കുന്ന ഭാരതപ്പുഴയും പാലക്കാട് ജില്ലയുടെ സമ്പത്താണ്. ആ നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന കാർഷിക സംസ്കാരം ഇന്ന് അല്പമെങ്കിലും നിലനിൽക്കുന്ന ഒരു ജില്ല പാലക്കാട് ജില്ലയാണ്. ആ പാലക്കാട് ജില്ലയുടെ പുരോഗതിയിൽ കാർഷിക അഭിവൃദ്ധിയിലൂടെ മാത്രമേ അത് കഴിയൂ എന്ന് തന്നെയാണ്. നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ഉയർന്നുവന്ന കാർഷിക സംസ്കാരം ഇന്ന് അല്പമെങ്കിലും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് ജില്ലയിൽ മാത്രമാണെന്നും ടി എൻ കണ്ടമുത്തൻ കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്തിന്റെ 2011-2012 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16,20,000 രൂപ ചിലവഴിച്ചാണ് വിപണന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഒ സുലേഖ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ കുമാരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഹരിദാസൻ, വൈസ് പ്രസിഡന്റ് സി പ്രീത, കുടുംബശ്രീ ചാർജ് ഓഫീസർ കെ വി മായ, ഇ ചന്ദ്രബാബു, എം ശിവദാസൻ, പി വത്സല, കെ കൃഷ്ണൻകുട്ടി, എൻ മോഹൻദാസ്, പി അബ്ദുൾ റഹ്മാൻ, എം ചിന്നത്തമ്പി, കെ വേണുഗോപാൽ, പി സുജാത തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതായി പരാതി. മഞ്ഞപ്പിത്തം വ്യാപകമായിട്ടും ഗ്രാമപഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും കുടിവെള്ള വിതരണത്തിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ശ്രീകൃഷ്ണപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ വടക്കൻ മേഖലകളിലാണ് മഞ്ഞപ്പിത്തം വ്യാപകമായ തോതിൽ പടർന്നു പിടിക്കുന്നത്. കുറ്റാനിശ്ശേരിയിലെ ചെരപ്പറമ്പ് കോളനിയിൽ മഞ്ഞപ്പിത്തം വലിയ തോതിലാണ് പടർന്നിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ശുദ്ധീകരിക്കാത്ത വെള്ളമാണ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. കിണറുകളും പരിസരവും മാലിന്യം നിറഞ്ഞിരിക്കുന്നതായും നേതാക്കൾ പറയുന്നു. ആരോഗ്യവകുപ്പിന്റെ നിബന്ധനകൾക്ക് വിധേയമായല്ല ഗ്രാമപഞ്ചായത്തിലെ പല ചെറുകിട കുടിവെള്ള പദ്ധതികളും സ്ഥിതി ചെയ്യുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ചേരിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ കിണർ 20 വർഷമായി ഉപയോഗിക്കാത്തതാണ്. കുറുവട്ടൂരിലെ കുടിവെള്ള പദ്ധതിയുടെ കിണർ തോടിന്റെ അരികിലാണെന്നതിനാൽ കിണറ്റിലെ വെള്ളം മലിനമാകാനും കാരണമാകുന്നു. ചെറുകിട കുടിവെള്ള പദ്ധതികളുടെ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ക്രമക്കേടുകൾ നടക്കുന്നതായും ഇത് സംബന്ധിച്ച് വിജിലൻസ് കേസുകൾ നിലവിലുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി. മഞ്ഞപ്പിത്തം വ്യാപകമായിട്ടും ഗ്രാമപഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പരിശോധനകൾ നടത്തി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും കുടിവെള്ളം ശുദ്ധീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതികൾ ആരോഗ്യ വകുപ്പിന്റെ നിബന്ധനകൾക്കോ പരിശോധനകൾക്കോ വിധേയമായിട്ടല്ല നടക്കുന്നത്. കുറ്റാലശ്ശേരി പ്രദേശത്ത് ഒരു പട്ടികജാതി കോളനിയിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുകയാണ് ആളുകൾ. ഇതിനൊരു പ്രധാന കാരണം കൂടപ്പുഴയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം അടിക്കുന്ന പ്രദേശത്ത് തന്നെ കോഴി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന ഒരു ഭാഗത്തു നിന്നാണ് ഈ വെള്ളം അടിക്കുന്നത്. അപ്പോൾ വെള്ളം ശുചീകരിച്ച് വിതരണം ചെയ്യുന്നതിന് പകരം ആളുകളുടെ ജീവൻ കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പന്താടുകയാണ്. പഞ്ചായത്തിലെ എല്ലാ കുടിവെള്ള പദ്ധതികളിലും ഇതുപോലെ ആരോഗ്യവകുപ്പിന്റെ പരിശോധനയോ അല്ലെങ്കിൽ ശുദ്ധീകരിച്ച വെള്ളമോ അല്ല വിതരണം ചെയ്യുന്നത്. കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ ഈ പഞ്ചായത്ത് പരിസമിതിക്ക് വലിയ താല്പര്യം. കാരണം സ്വന്തം ആളുകളുടെ കയ്യിൽ ഈ പ്രൊജക്ടിന്റെ പേരിൽ അനുവദിച്ചിട്ടുള്ള പണം എത്തണം. ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പുകൾ ഉപയോഗിച്ച് കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കി അതിന്റെ പണം ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച പഞ്ചായത്ത് ഉടനീളം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ DCC അംഗങ്ങളായ ഒ വിജയകുമാർ, പി സ്വാമിനാഥൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ലീല, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുമേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ OS ശ്രീധരൻ, രാംദാസ് കുറുവട്ടൂർ എന്നിവർ പങ്കെടുത്തു. അധ്യാപകരും സർക്കാർ ജീവനക്കാരും ജനുവരി 8 മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല പണിമുടക്കിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി.
പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ജനുവരി 8 മുതൽ അധ്യാപകരും സർക്കാർ ജീവനക്കാരും അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പണിമുടക്കിന്റെ പ്രചരണാർത്ഥം പട്ടാമ്പിയിൽ സംയുക്ത സമരസമിതി നടത്തിയ റാലിയിൽ വിവിധ സർവീസ് സംഘടനകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി മേലെ പട്ടാമ്പിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KC അലി ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ഇസാഖ് അധ്യക്ഷത വഹിച്ചു. K സുരേന്ദ്രൻ, അച്യുതൻകുട്ടി, സത്യപാൽ, മൊയ്തീൻകുട്ടി, ജോസ്രാജ്, K പ്രസാദ്, ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പണിമുടക്കാൻ പോകുന്നു കഴിഞ്ഞ 4.5 മാസമായി സർക്കാരിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് പണിമുടക്കിന്റെ കാരണമായി ഉത്തരവ് ഇറങ്ങിയത്. അന്ന് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പണിമുടക്കാൻ പോവുകയാണ്. സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകും, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകും, പരീക്ഷകൾ വരികയാണ്, വില്ലേജ് ഓഫീസുകൾ തൊട്ട് അങ്ങോട്ട് സ്തംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ഒത്തുതീർപ്പിലേക്ക് ഗവൺമെന്റ് വരണം. ഒരു നിലയ്ക്കും ഒരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനും ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ എന്തും ചെയ്തോ ഞങ്ങളിതാ നിങ്ങളെ പണിമുടക്കിലേക്ക് തള്ളിയിടുക എന്നുള്ള ഞങ്ങൾ ഈ ലക്ഷ്യമുള്ള അത് മാത്രം, മറ്റൊരു കോംപ്രമൈസും തയ്യാറല്ല എന്ന ധാർഷ്ട്യമായിരുന്നു നമ്മൾ മുഖ്യമന്ത്രിക്കുണ്ടായത്. ഭാരതീയ വിദ്യാനികേതൻ 12ാമത് ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര വിജ്ഞാനമേള കാറൽമണ്ണയിൽ നടന്നു. മേള യുവശാസ്ത്രജ്ഞ ഡോക്ടർ വി തുളസി ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരി വിവേകാനന്ദ വിദ്യാനികേതൻ, വെള്ളിനേഴി സരസ്വതി വിദ്യാനികേതൻ, കോതകുർശി ആദിശങ്കര വിദ്യാനികേതൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കാറൽമണ്ണ NNN UP സ്കൂളിൽ മേള സംഘടിപ്പിച്ചത്. മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ചെർപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ അധ്യക്ഷൻ K ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. P ജയൻ, KM ഷിജു, P രാംകുമാർ, K പ്രജീഷ്, രഘുരാജ്, MK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 28 സ്കൂളുകളിൽ നിന്നായി 1000-ലധികം മത്സരാർത്ഥികളാണ് മേളയിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കിയത്. LP, UP, ഹൈസ്കൂൾ എന്നീ 3 വിഭാഗങ്ങളാക്കി തിരിച്ച് 41 വേദികളിൽ 80ഓളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പട്ടാമ്പി ഉപജില്ലാ സമ്മേളനം ശനിയാഴ്ച നടന്നു. VT ബൽറാം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇന്ന് എല്ലാ ഭാഷകൾക്കും സർവകലാശാലകൾ ഉണ്ടാവുകയാണ്. കേരളത്തിന്റെ മാതൃഭാഷയ്ക്ക് ഈ കഴിഞ്ഞ കേരള പിറവി ദിനത്തിൽ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ നാമധേയത്തിൽ ഒരു സർവകലാശാല രൂപീകരിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. 40 വർഷമായി പ്രത്യേകിച്ചും ഈ പട്ടാമ്പി MLA CP മുഹമ്മദ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ ദീർഘകാലത്തെ ആവശ്യത്തിന്റെ ഒരു പൂർത്തീകരണമാണ് മലയാള സർവകലാശാല എന്ന് നമുക്കറിയാം. നമുക്ക് സംസ്കൃത സർവകലാശാലയും അത്തരത്തിലുള്ള ഭാഷകളുടെ പ്രോത്സാഹനത്തിനായി സർവകലാശാലകൾ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒരുപക്ഷെ സമീപകാലത്ത് തന്നെ ഒരു അറബിക് സർവകലാശാലയും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. പട്ടാമ്പി GMLP സ്കൂളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ KATF ഉപജില്ലാ പ്രസിഡന്റ് PK യൂസഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ VM മുഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു. KATF സംസ്ഥാന ജനറൽ സെക്രട്ടറി K മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC മണികണ്ഠൻ, T സൈദലവി, ജമീല ടീച്ചർ, G അബ്ദുൾ റഷീദ്, മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു. മുൻകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ചേംബർ ഫസ്റ്റ് സമ്മാനദാനവും സൗജന്യ നേത്രചികിത്സാ ക്യാമ്പിന്റെ 101ാം ക്യാമ്പ് ആഘോഷവും തിങ്കളാഴ്ച വൈകിട്ട് നടക്കും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന്റെ സമ്മാനദാനവും ചേംബറിന്റെ നേതൃത്വത്തിൽ മാസം തോറും സംഘടിപ്പിച്ചു വരുന്ന നേത്രചികിത്സാ ക്യാമ്പിന്റെ 101ാം ക്യാമ്പ് ആഘോഷവുമാണ് വിപുലമായ പരിപാടികളോടെ നടത്തുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് പട്ടാമ്പിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ CP മുഹമ്മദ് MLA, സിനിമാ താരം സുരേഷ് കൃഷ്ണ തുടങ്ങിയവരും പങ്കെടുക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഹസൻ കോയയ്ക്ക് ചടങ്ങിൽ സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PMA റഷീദ്, D കോയന്നി, KP കമാൽ, മുരളി പെരുമുടിയൂർ, സുധാകരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് 7-ാം തീയതി മേലപ്പട്ടാമ്പിൽ ഈ ആഘോഷം വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഹസൻ കോയാക്കും ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി സാഹിബിനും തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും സ്വീകരണം നൽകുന്നതുമാണ്. ഇച്ഛാശക്തിയുള്ളവർക്ക് അർബുദ രോഗത്തിൽ നിന്നും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകുമെന്ന് അർബുദരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ പറഞ്ഞു. ഒറ്റപ്പാലത്ത് മഹിളാ സമാജവും വെൽഫെയർ ട്രസ്റ്റും ചേർന്ന് സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
അർബുദ രോഗി ധൈര്യവും മനഃശക്തിയും വീണ്ടെടുത്താൽ പ്രതിരോധ ശക്തി വർദ്ധിക്കുമെന്നും ഇതിന് യോഗ പരിശീലനം ഗുണം ചെയ്യുമെന്നും ഡോക്ടർ പറഞ്ഞു. അർബുദ രോഗികളെ താരതമ്യം ചെയ്യുമ്പോൾ ആവശ്യമായ വിദഗ്ധ ഡോക്ടർമാരുടെ 10% പോലും ഇവിടെ ഇല്ലെന്നും ഡോക്ടർ പറഞ്ഞു. രോഗം ബാധിച്ച് ചികിത്സാ ചെലവ് താങ്ങാനാവാതെ തകരുന്ന കുടുംബങ്ങൾക്കായി ക്യാൻസർ കെയർ ഫോർ ലൈഫ് എന്ന സുരക്ഷാ പദ്ധതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലുണ്ട്. ഒറ്റത്തവണ അംഗമായാൽ ആജീവനാന്ത സുരക്ഷ ലഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അർബുദ രോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കും സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. പകർച്ചവ്യാധിയല്ലാത്ത അസുഖമാണ് അർബുദമെന്നും അദ്ദേഹം പറഞ്ഞു. മഹിളാ സമാജം സെക്രട്ടറി വത്സല മേനോൻ, വെൽഫെയർ ട്രസ്റ്റ് പ്രതിനിധി ലളിത എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. നമുക്ക് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞാൽ നമ്മളെ പലപ്പോഴും ഒരാളാണ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്. പക്ഷെ അങ്ങനെ ഓരോന്നിനും ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു, ആ സ്റ്റേജൊക്കെ മാറി. ഇപ്പൊ പുറത്ത് പോയി കഴിഞ്ഞാൽ ഫോർ ഈച്ച് ഡിസീസ് ഇന്ത്യയിൽ പെറുക്കിപ്പോഴൊക്കെ എവിടെയാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, യൂട്രൈൻ സർവൈക്കൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ആ സ്റ്റേജ് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. SNDP മലബാർ മഹാസംഗമത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം ഷൊർണൂർ മേഖലാ സമ്മേളനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുപ്പശ്ശേരി ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കും. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി PT മന്മഥൻ മുഖ്യപ്രഭാഷണവും നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പൊൻ പ്രതീക്ഷയോടെ കൗമാര കലാമേളയ്ക്ക് തിരശ്ശീല വീണു. മണ്ണാർക്കാട്, പട്ടാമ്പി, പാലക്കാട് ഉപജില്ലകൾക്ക് കിരീടം. സ്കൂൾ തലത്തിൽ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ കിരീടം. കുടുംബശ്രീയെ തകർക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ. ജനശ്രീക്ക് രൂപം നൽകിയത് ഇത് ലക്ഷ്യം വെച്ചെന്നും കണ്ടമുത്തൻ. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതായി പരാതി. പഞ്ചായത്ത് ഇടപെടുന്നില്ലെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികൾ മാലിന്യ ഭീതിയിലെന്നും നേതാക്കൾ. ഒറ്റപ്പാലത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം കിട്ടുന്നില്ലെന്ന് താലൂക്ക് വികസന സമിതിയിൽ വാട്ടർ അതോറിറ്റി. കിണറുകളും മറ്റ് സ്രോതസ്സുകളും ആശ്രയിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.